അമ്മ മാതാവിന് സ്തുതി. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് ബൽസമ്മ. ഞാൻ ഈരാറ്റുപേട്ടയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോള് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ മോള് അബോർഷനായി പോകുന്നതുകൊണ്ട് ആദ്യത്തെ എല്ലാം ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു. അത് കഴിഞ്ഞ് അവൾക്ക് 3 മാസം 2 മാസം ആകുമ്പോഴത്തേനും എല്ലാം ബ്ലീഡിങ്ങായി അബോർഷനായി പോകും. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി തൈലം വയറിൽ തേച്ചു, ഉപ്പ് വെഞ്ചരിച്ച് വെള്ളം കൊടുത്തു. എല്ലാം അങ്ങനെ ചെക്കപ്പും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പോയി. 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ഒരു കുഞ്ഞിനെ തമ്പുരാൻ കനിഞ്ഞു തന്നത്. അമ്മ മാതാവിന് നന്ദി. ഇനി എൻ്റെ പെൻഷൻ 6 വർഷമായിട്ട് മുടങ്ങിക്കിടന്നതാണ്. 6ാമത്തെ വർഷം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ എനിക്ക് അമ്മ മാതാവ് എനിക്ക് അതിനുള്ള മറുപടി തന്നു. 6 വർഷം പിടിച്ചിട്ടിരുന്ന പെൻഷൻ എനിക്കത് മാതാവ് കനിഞ്ഞു തന്നു. പിന്നെ എൻ്റെ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ മോന് കൊച്ചുമോനാണ്. അവന് 10ാം ക്ലാസ്സിൽ പഠിക്കാൻ ഭയങ്കര പരീക്ഷയ്ക്കൊക്കെ ആയപ്പോഴത്തേനും ടെൻഷനും തലവേദനയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി തൈലം അവൻ്റെ നെറ്റിയെ തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 92% മാർക്ക് വാങ്ങിച്ച് എൻ്റെ കുഞ്ഞ് 10ാം ക്ലാസ്സിൽ നിന്ന് ജനിച്ചു. കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പേപ്പർ കിട്ടുന്നതെല്ലാം എല്ലാവർക്കും കൊടുക്കും. പിന്നെ രോഗികളുടെ അടുത്ത് പോയി രോഗി സന്ദർശനം നടത്തും. അവരെ കുളിപ്പിക്കാൻ പറ്റുമെങ്കിൽ അവരെ പോയി കഴിയിച്ച് കുളിപ്പിച്ച് ഒക്കെ ഞാൻ കൊടുക്കും. അടുത്തൊരു അനാഥ മന്ദിരമുണ്ട്, അവിടെ പോയി ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ഭക്ഷണം രോഗികൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കും. ആഴ്ചയിൽ 4 തവണയും 3 തവണയൊക്കെ ഭക്ഷണം കൊടുത്തു വിടും കൊച്ചിൻ്റെ കയ്യിൽ സ്കൂളിൽ. അങ്ങനെയൊക്കെ ഞാൻ കാരുണ്യപ്രവർത്തികളും ചെയ്യുന്നുണ്ട്. അതുപോലെ ഉടമ്പടി എടുത്തതിന് ശേഷം മാക്സിമം പള്ളിയിൽ പോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. മാസത്തിൽ 2 തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളും. അതുപോലെ തന്നെ പിന്നെ വേറെ ദൈവം മാതാവ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിനെല്ലാം ഞങ്ങൾ നന്ദി പറയുകയാണ്. ദൈവമേ, ഒത്തിരി അനുഗ്രഹിച്ചതിനെ ഓർത്തും കൂടുതൽ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ വളർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ട് ഞങ്ങളുടെ ഈ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 62 5 മുതൽ 7 വരെ തിരുവചനങ്ങൾ. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, എനിക്ക് കുലുക്കം തട്ടുകയില്ല. എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്, എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. വത്സമ്മ എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിൽ മകൾക്ക് വേണ്ടി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് അത്ഭുതകരമായ ഒരു കുടുംബ സന്തോഷം ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ആദ്യത്തെ ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം തുടർച്ചയായി 4 തവണ അബോർഷനാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. 2-3 മാസം കഴിയുമ്പോൾ ബ്ലീഡിങ്ങായി ഉരുവാകുന്നതൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിൽ ഏറെ സങ്കടത്തിലും തകർച്ചയിലും മകളുടെ ജീവിതം പോകുന്നത് കണ്ടിട്ടാണ് അമ്മ ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അരികിൽ കണ്ണീരോടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. 16 വർഷങ്ങൾക്ക് ശേഷം ആ മകൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അമ്മ മാതാവ് നൽകിയതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.